Hi everyone, very good evening. Welcome to Magic English. So let's start today's session. നമ്മൾ കഴിഞ്ഞ 2 വീക്കുകളിലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതിനുശേഷം ഇന്നത്തെ ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. നമ്മൾ പ്രോനോൺ വെച്ചിട്ടുള്ള അതായത് ഐ യു എന്നീ 2 പ്രോനൗൺസ് അത് വെച്ചിട്ടുള്ള വാചകങ്ങളും അതുകൊണ്ടുണ്ടാക്കുന്ന ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് 14th and 15th എപ്പിസോഡ്സിൽ. അതിന്റെ കണ്ടിന്യൂഷൻ ആണെന്ന്. അപ്പൊ ആദ്യം നമ്മൾ 14th എപ്പിസോഡിൽ പറഞ്ഞതൊന്ന് ഓർമ്മ പുതുക്കാം. കാരണം അതിന്റെയൊക്കെ കണ്ടിന്യൂഷൻ ആണെന്ന് പറയുമ്പോൾ അതെന്തായിരുന്നു അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാനൽ വിസിറ്റ് ചെയ്യാവുന്നതാണ്. മൈക്ക് ഓൺ ചെയ്ത് കിടക്കരുത്. മൈക്ക് ഓഫ്. അവിടെ മൈക്ക് ഓഫ് ചെയ്തോളും. അവിടെ നിങ്ങൾ കേൾക്കുന്നു. ചോദിക്കുമ്പോൾ മാത്രം മൈക്ക് ഓൺ ചെയ്യാം കേട്ടോ. ഓക്കെ, ലെറ്റ്സ് മൂവ്. നമ്മള് കഴിഞ്ഞ 2 സെഷൻസിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്താമേ. ഞാൻ ആകുന്നു, ഞാൻ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം. ഞാൻ അല്ല എന്ന് പറയാൻ ഐ ആം നോട്ട്. ഞാൻ ആണോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ആം ഐ. ഞാൻ അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് ബഹളം കേൾക്കുന്നു. മൈക്ക് ഓഫ്. മൈക്ക് ഓൺ ചെയ്യരുത്. പറയുമ്പോൾ മാത്രം ഓൺ ചെയ്യുക, അത് കഴിഞ്ഞാൽ ഓഫ് ചെയ്യും കേട്ടോ. അതായിരിക്കും കേൾക്കുന്ന എല്ലാവർക്കും സുഖകരമായിട്ടുള്ളത്. ഐ ആം ഞാനാകുന്നു, ഐ ആം നോട്ട് ഞാനല്ല, ആം ഐ ഞാനാണോ, ആറഞ്ച് ഐ ഞാനല്ലേ. ഇതാണ് നമ്മൾ 14th എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തത്. ഇനി 15th എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് യു ആർ നീ ആണ്, യു ആർ നോട്ട് നീ അല്ല, ആർ യു നീ ആണോ, ആറിൻറ്റ് യു നീ അല്ലേ. ഇത്രയുമാണ് 14th and 15th. ആ 2 എപ്പിസോഡുകളുമാണ് കണക്ഷൻ ഉള്ള എപ്പിസോഡ്സ്. കാണാത്തവരത് കാണണം. എന്നിട്ട് ഇന്നത്തെ ക്ലാസ് മൂവ് ചെയ്യുക കേട്ടോ. ഇന്ന് ക്ലാസ് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഇന്ന് ജോയിൻ ചെയ്തിട്ട് എന്നെ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഹു ഇസ് ദിസ്? പേര് പറയാത്തവരൊന്ന് പേര് പറഞ്ഞു മൈക്ക് ഓഫ് ചെയ്യും. ഗുഡ് ഈവനിങ്. ഓക്കെ ശിവത്, മൈക്ക് ഓഫ്. ഇനി പിന്നെ വേറെ ആരാ കണക്ട് ആയത്? നേരത്തെ പേര് പറയാത്ത, സെഷൻ സ്റ്റാർട്ട് ചെയ്യണ മുന്നോടിയായിട്ട് പേര് പറയാത്ത ആരെങ്കിലും കണക്ട് ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മൈക്ക് ഓൺ ചെയ്ത് പേര് പറഞ്ഞിട്ട് നാജി, ഹാഷിർ, നാജി, ഹാദി ഉണ്ടാവും അല്ലേ? വാട്ട്സ് യുവർ നെയിം വൺസ് അഗൈൻ? ഞാൻ പ്രജീഷ്. വാട്ട് സ്പെല്ലിംഗ്? ഒന്ന് സ്പെല്ലിംഗ് പറയാമോ? DHYAN. ക്ലിയർ ആയി? ധ്യാൻ, ധ്യാൻ എന്നാണോ? അല്ല. പിന്നെ ഒന്നുകൂടെ പറയൂ. ക്ലാരിറ്റി കിട്ടിയില്ല. YAN PRAJESH. ധ്യാൻ പ്രകാശ് എന്നാണോ? പ്രജീഷ്. ധ്യാൻ പ്രജീഷ്. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? ഏത് സ്കൂളിലാണ്? ഇരുവള്ളൂർ. ഓക്കെ ഓക്കെ. ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? 4. ഓക്കെ. മൈക്ക് ഓഫ് ചെയ്തോളൂ കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് പരിചയപ്പെടുത്താത്തവരൊന്ന് പരിചയപ്പെടുത്താൻ പറഞ്ഞതാണ്. ക്ലോസ് ചെയ്തോളൂ. മൈക്ക് ഓഫ് ചെയ്യൂ. പിന്നെ ആരാണ്? ആദിദേവ് ആണോ? കാലിക്കറ്റ് നിന്ന് കണക്ട് ആയിട്ടുള്ള ആദിദേവ് അല്ലേ? ഓക്കെ ഓക്കെ. മൈക്ക് ഓഫ് ചെയ്യൂ. പിന്നെ ആരാണ്? പേര് പറയാത്ത ആരാണ് കണക്ട് ആയത്? സീനത്ത്. സീനത്ത് ടീച്ചർ. ഹായ് സീനത്ത, ഹൗ യു? എന്ത് പറയണു? സുഖമായിട്ടിരിക്കണോ? കുറെ നാളായല്ലോ അല്ലേ? കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. മുമ്പേ കിട്ടിയ സീനത്തക്ക് ഈ ക്ലാസ് കിട്ടിയതാണോ? മുമ്പേ കേട്ടായിരുന്നോ? സ്റ്റാർട്ടിങ്ങിൽ കേട്ടായിരുന്നോ? അതായത് 14th 15th എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ. നമ്മൾ മുമ്പ് സൂം സെഷൻ ഒക്കെ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ട് കുറെ നാള് ഗൂഗിൾ മീറ്റ് കണ്ടിന്യൂ ചെയ്തിരുന്നു. അന്നേരം ഉണ്ടായിരുന്നു ഐ ആം നോട്ട്, ആം ഐ, ആറിൻറ്റ് ഐ, യു ആർ നോട്ട്, ആർ യു ആറിൻറ്റ് യു. ഇത്രയുമാണ് 14-15 എപ്പിസോഡ്സിൽ ഡിസ്കസ് ചെയ്തത്. അത്രയും ഓർമ്മയുണ്ടോ?
അത് ഓ അറിയാമോ? ഇതൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ അതിന്റെ ഇതൊക്കെ അറിയാം. അപ്പൊ അതിന്റെ തുടർച്ച കേട്ടോ. ഓക്കെ ചെയ്ത് ഓക്കെ ഓക്കെ താങ്ക് യു. ബോറടിക്കില്ല എന്ന് കരുതുന്നു. അവനവന്റെ ഞാൻ ക്ലാസ് പറഞ്ഞതിന് ശേഷം അവനവൻ ഓരോരുത്തരെ എന്താ പറയുന്നത് പ്രാക്ടീസ് ചെയ്തിട്ട് ലീവ് ചെയ്യാം, കുഴപ്പമില്ല. ബാക്കിയുള്ളവരുടെ കേൾക്കണമെങ്കിൽ നിൽക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ലീവ് ചെയ്യാം. ഓക്കെ സിനത്ത, വെയിറ്റ് ദർ, സ്റ്റേ ദർ. ദെൻ നെക്സ്റ്റ് വേറെ ആരാണ്? മൈക്ക് ഓഫ് ചെയ്തോളൂ. വേറെ ആരാണ് കണക്ട് ആയിട്ടുള്ളത്? പെട്ടെന്ന് പറഞ്ഞാൽ അത്രയും പെട്ടെന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, വൈൻഡ് അപ്പ് ചെയ്യാം. എല്ലാവരും ഇപ്പോ പേര് പറഞ്ഞു എന്ന് കരുതുന്നു. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് എല്ലാവരും ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്ന് വിചാരിക്കണം. സോ ലെറ്റ്സ് മൂവ്. നമ്മള് പറഞ്ഞ കാര്യങ്ങള് ഐ ആം നോട്ട്, ആം ഐ, ആറെന്റ് ഐ, അതൊക്കെ വെച്ചിട്ട് ഞാനൊരു സോങ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് പറയാന്നാ വിചാരിച്ചത്. അപ്പം ജസ്റ്റ് ട്യൂൺ ഒന്ന് പറഞ്ഞുതരാമേ. ട്യൂണ് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇച്ചിരിയും കൂടെ ഈസി ആകും. I am not, am I, aren't I. ഒന്ന് നോക്കുക ഈ ഒരു ട്യൂണ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. ഫസ്റ്റ് സെഷൻ 14th സെഷനിൽ പങ്കെടുത്തവർക്ക് സെന്റൻസസ് അറിയാം. ഐ ആം നോട്ട്, ആം ഐ, ആറിന്റെ അതൊരു ട്യൂൺ ആക്കി ഒരു പാട്ടാക്കി പാടിയാൽ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിക്കാം. ഐ ആം നോട്ട്, ആം ഐ, ആറിന്റ് ഐ. അടുത്തത് കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞത് you are not, are you, aren't you. You are not, are you, aren't you. ഇത്രയുമാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾക്ക് പറയാൻ പോകുന്നതിന് മുൻപേ ഞാനന്ന് നിങ്ങൾക്ക് അതിനെ കുറിച്ച് അറിയാമോ എന്നൊന്നും ഒരു ട്രയൽ അല്ലെ നടത്താമേ. അവർ എന്നുള്ളതിന് എന്താ പറയുന്നത് എന്നുള്ളത് മൈക്ക് ഓൺ ചെയ്ത് പറയാ, മൈക്ക് ഓഫ് ചെയ്യാം, പെട്ടെന്നാവട്ടെ. അവർ ഒന്ന് ശ്രമിച്ചോളൂ. അവർ എന്നുള്ളതിന് എന്താണ് പറയുന്നത്? കണക്ട് ആയിട്ടുള്ള ആരെങ്കിലും ഒരാൾ പെട്ടെന്ന് മൈക്ക് ഓൺ ചെയ്ത് പറയാ. അതല്ല മക്കളെ, ഞാൻ സിനത്ത കറക്റ്റ്. ഞങ്ങൾ എന്നുള്ള അത് അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അവർ എന്ന് പറഞ്ഞ മലയാളത്തിൽ അവർ എന്നുള്ളതിന് എന്താണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നാ ചോദിച്ചത്. സീനത്ത് ടീച്ചർ കറക്റ്റ് ആണ്. അവർ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് പെട്ടെന്ന് പറയണേ. ഒരു ആൻസർ പറഞ്ഞവരല്ല അടുത്ത ആള് പറയാൻ ശ്രമിക്കുക. അങ്ങനെ നോക്കണേ. അവരാണ് അല്ലെങ്കിൽ അവരാകുന്നു എന്ന് പറയാൻ അപ്പൊ എന്തായിരിക്കാം? എങ്ങനെയാണ്? ദേ ആർ. അവരാണ് അല്ലെങ്കിൽ അവരാകുന്നു എന്നുള്ളതിന് എന്താണ്? ദേ ആർ. കറക്റ്റ് ആണ്. ഇനിയിപ്പോ അതൊരു ചോദ്യാക്കണല്ലോ. ചോദ്യാക്കുമ്പോ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ സെഷൻസിലൊക്കെ എന്തായിരുന്നു പറഞ്ഞിട്ടുള്ളത്? ഈസോ, ആമോ, ആറോ, വോസോ, വേർ, അങ്ങനെയൊക്കെയുള്ള ഓക്സിലറി വേർബ്സ് എന്നൊക്കെ പറയും. രണ്ടാമത് കിടക്കുമ്പോ അത് ഉത്തരവായി ചോദിക്കുന്നത്. നമുക്ക് കിട്ടുമോ നോക്കട്ടെ. അവരാണോ, അവർ ആണോ? ഹൗ ക്യാൻ യു സേ അവരാണോ? എങ്ങനെയാ പറയുന്നേ? അതൊരു ചോദ്യാണ്. എങ്ങനെ ആയിരിക്കാം ചാൻസ് ഉള്ളതാ? എങ്ങനെയാ? അവർ ആണോ, അവരാണോ? കിട്ടുന്നില്ലേ? Yeah, very good. Is this Dilla? ദില്ലയാണോ ഇത്? ഓക്കെ ദില്ല മീൻ കറക്റ്റ് ആണ്. ആർ ദേ, അവരാണോ എന്നുള്ളതിന് ആർ ദേ. ഓക്കെ. ഇനി അപ്പോ അവരല്ലേ, അതൊരു ചോദ്യം തന്നെയാണ്. അവരല്ലേ, അതാരാണ് പറഞ്ഞത്? ശിവത്. വെരി ഗുഡ്. ആറിന്റ് ദേ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ ഒന്നുകൂടെ പറയാം. നിങ്ങൾ തന്നെ പറഞ്ഞിരിക്കണു അല്ലെ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഞാൻ ഓർമ്മപ്പെടുത്താം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, ഷബ്ന മാം എന്ത് ചെയ്യാം, ഓരോ സെന്റൻസസ് അത് വെച്ചിട്ട് പറയാം. പിന്നീട് നിങ്ങൾ ഓരോരുത്തരിലേക്കും വരാട്ടോ. ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ ഫോർ യു. ഞാൻ പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങളോട് ചോദിക്കാം. ക്ലിയർ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് ഇൻഫർമേഷൻ തരാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അവരാണ് അല്ലെങ്കിൽ അവരാകുന്നു. ദേ ആർ, അവരാണ്, അവരാകുന്നു എന്നൊക്കെ പറയാം. അടുത്തത് അവരല്ല. ദേ ആർ നോട്ട്. പിന്നെ ചോദ്യാണ്. പിന്നെ നെക്സ്റ്റ് വരണ രണ്ടെണ്ണം ചോദ്യാണ്. ആർ ദേ, അവരാണോ എന്നുള്ളതിന് ആർ ദേ.
ഇനി അവരല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് aren't they എന്നാണ്. they are not, are they, aren't they. അതിന്റെ ട്യൂണൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ സ്റ്റാർട്ടിങ് മുതലേ ചൊല്ലിയാലേ ഐഡിയ കിട്ടുള്ളൂ. I am not, am I, aren't I, you are not, are you, aren't you, they are not, are they, aren't they. ബാക്കി ഇനിയുണ്ട്, അതൊക്കെ അടുത്ത ക്ലാസ്സുകളിൽ വരും. അപ്പൊ they are അവരാണ്, they are not അവരല്ല, are they അവരാണോ, aren't they അവരല്ലേ. എല്ലാവരും ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാ. Is it clear for you, my dears? Is it clear? Is there any issue for you? Is it clear? Yes. Did you understand everybody? എല്ലാവരും ഒന്ന് മൈക്ക് ഓൺ ചെയ്തിട്ട് പറയാ. ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? Yes. മനസ്സിലായല്ലോ അല്ലെ? അപ്പൊ ഓക്കെ, മൈക്ക് ഓഫ് ചെയ്തോളൂ. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഓരോരോ എക്സാമ്പിൾ ഓരോന്ന് വെച്ചിട്ട് പറയാം. നിങ്ങൾ അതിനുശേഷം ഓരോരുത്തർ പറയാ. ഒരാൾ പറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് കേൾക്കാൻ വേണ്ടി നിന്നാൽ അത്രയും നല്ലതാണ്. കാരണം നിങ്ങൾക്ക് കൂടുതൽ എക്സാമ്പിൾസ് കേൾക്കാൻ പറ്റുമല്ലോ, പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറ്റും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലൊക്കെ എഴുതി വെക്കാം. ഞാൻ നോട്ട് തരത്തില്ല, നിങ്ങളായിട്ട് എഴുതണമെങ്കിൽ എഴുതാം. ഓക്കെ, കാരണം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിനാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നല്ല ചെറിയ മക്കൾക്കൊക്കെ ചിലപ്പോൾ എഴുതി വെച്ചാലേ ഓർമ്മ വരുള്ളൂ. അങ്ങനെയുള്ളവർക്ക് വേണമെങ്കിൽ നിങ്ങളായിട്ട് എഴുതി വെക്കാം. ഞാൻ ലാസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞുതരും കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഓരോരുത്തരിലേക്ക് ഞാൻ വരും. അപ്പോൾ ഇതൊന്ന് കഴിഞ്ഞാൽ എനിക്ക് വേഗം പോവായിരുന്നു, അങ്ങനെ കരുതരുത്. ഒരാളുടേത് കഴിഞ്ഞിട്ടേ എനിക്ക് അടുത്ത ആളെ വിളിക്കാൻ പറ്റത്തുള്ളൂ. ഒരാളുടേത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്യാം എന്ന് അറിയിക്കുകയാണ്. വേണമെങ്കിൽ മറ്റുള്ളവരുടെ കേൾക്കുകയും ചെയ്യാം. ഓക്കെ, ഫൈൻ. സോ they are അവരാണ്, they are not അവരല്ല, are they അവരാണോ, aren't they അവരല്ലേ. നിങ്ങൾക്കത് മനസ്സിലായി എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞാൽ എന്നെ പേഴ്സണലി മെസ്സേജ് ചെയ്യാം കേട്ടോ, ഞാൻ പറഞ്ഞു തരും. ഓക്കെ, എക്സാമ്പിൾസ് പറയാം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഐ യു എന്ന് പറഞ്ഞ പോലെയല്ല. അത് രണ്ടും എന്താണ്, നമ്മള് യു ആർ എ ഫ്രണ്ട്, ഐ ആം എ ടീച്ചർ എന്നൊക്കെ പറയാം. അതൊരു സിംഗുലർ പോലെ നമുക്ക് പറയാം, ഏകവചനം പോലെ. പക്ഷെ ദേ എന്ന് പറയുമ്പോഴേ ദേ, അവർ, ഒന്നിൽ കൂടുതൽ പേരുണ്ടല്ലോ, പ്ലൂരൽ എന്നാണ് അതിന് പറയാ, ബഹുവചനം. ഒന്നിൽ കൂടുതൽ ആളുകളെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് ദേ, അവർ എന്ന് പറയുന്നത്. നമ്മൾ ഉൾപ്പെടാത്ത ഒരു കൂട്ടത്തെയാണ് നമ്മൾ അതിനകത്ത് ഉണ്ടാവില്ല, നമ്മളില്ല, വേറെ ആരൊക്കെയോ അല്ലെ, അവര്, അതാണ് ദേ, അവർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോ അത് വെച്ചിട്ട് എക്സാമ്പിൾ പറയുമ്പോൾ എ എന്നോ ആൻ എന്നോ പറയാൻ പാടില്ല. നമ്മൾ ഐ എന്ന് വെച്ചിട്ട് ഓരോരോ സെന്റൻസസ് പറഞ്ഞപ്പോ ഐ ആം എ ടീച്ചർ, ഐ ആം ആൻ എഞ്ചിനീയർ, അങ്ങനെ എ എന്നോ ആൻ എന്നോ ഒക്കെ ഉപയോഗിച്ചിരുന്നു. അതുപോലെ യു വെച്ചിട്ട് പറഞ്ഞപ്പോഴും അതുപോലെ യു ആർ എ ടീച്ചർ, യു ആർ ആൻ ആർട്ടിസ്റ്റ് എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഇവിടെ ദേ എന്നായതുകൊണ്ട് എന്താണ്, ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പൊ നമ്മൾ എ എന്നോ ആൻ എന്നോ പറയണ്ട, അത് പറയാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഉണ്ട്, ഒന്നിൽ കൂടുതൽ പേരാകുമ്പോൾ മിക്കവാറും അത് യെസ് വേണ്ടി വരും. നോക്കാം, ദേ ആർ ഫ്രണ്ട്സ്, അവർ കൂട്ടുകാരാണ്. ദേ ആർ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ദേ ആർ ഫ്രണ്ട്സ്, അവർ കൂട്ടുകാരാണ്. ഇങ്ങനെയും പറയാം, ദേ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്, അവർ നല്ല കൂട്ടുകാരാണ്, അല്ലെ. ദേ ആർ ഇന്റിമേറ്റ് ഫ്രണ്ട്സ്, അവർ ഏറ്റവും അടുത്ത കൂട്ടുകാരാണ്. അങ്ങനെയൊക്കെ പറയാം. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ആട്ടോ, എന്റെ സെയിം എക്സാമ്പിൾ ഇനി പറയരുത്. നിങ്ങളുടെ മനസ്സിൽ ഓർത്ത് വെച്ചോളൂ. നിങ്ങൾ എന്താ പറയാ, ഓർത്ത് വെച്ചോളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുകയും വേണം. നിങ്ങളുടേത് ആലോചിച്ചിട്ട് ഞാൻ പറയണത് ശ്രദ്ധിക്കാണ്ടിരിക്കരുത്. ദേ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്, ദേ ആർ ഇന്റിമേറ്റ് ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ പറയാം. അവർ നല്ല സുഹൃത്തുക്കളാണ്, അവർ ഉറ്റ ചങ്ങാതിമാരാണ് എന്നൊക്കെ ഉള്ളതിനാണ് ആ ഒരു വാചകം പറയാം. ഇനി ഞാൻ അടുത്തൊരു സെന്റൻസ് പറയുകയാണെങ്കിൽ ദേ ആർ നോട്ട്, അത് വെച്ചാണ് അടുത്ത സെന്റൻസ് പറയുന്നത്. ദേ ആർ നോട്ട് എനിമീസ്. എനിമി എന്ന് പറഞ്ഞാൽ ശത്രുവാണ്. അപ്പോ ഞാൻ പറഞ്ഞു ദേ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ആയതുകൊണ്ട് തന്നെ എനിമി എന്ന് പറഞ്ഞാൽ അവസാനിപ്പിക്കാൻ പറ്റില്ല. ഇവിടെ എസ് ചേർത്താ പോരാ, വൈ എന്നാണ് എനിമിയുടെ ലാസ്റ്റ് ലെറ്റർ, ENEMY, എനിമി. പക്ഷെ അതിന്റെ പ്ലൂരൽ ആയിട്ട് വരുമ്പോ, ബഹുവചനായിട്ട് വരുമ്പോ ആ വൈ അങ്ങോട്ട് മാറ്റിയിട്ട് IES ആകും, ENEMIES. അപ്പോ ഒന്നുകിൽ നമ്മൾ പ്ലൂരൽ ആക്കുമ്പോൾ എസ് വരും, അല്ലെങ്കിൽ ES വരും, അല്ലെങ്കിൽ IES വരും, ഇങ്ങനെയൊക്കെയാണ് വരാറ്. ഓക്കെ, അപ്പൊ ദേ ആർ നോട്ട് എനിമീസ്, അവർ ശത്രുക്കളല്ല. ദേ ആർ നോട്ട്
എനിമീസ് അവർ ശത്രുക്കളല്ല. അങ്ങനെ പറഞ്ഞു. ഇനി ഞാൻ ഒരു ചോദ്യം ഉണ്ടാക്കാം. അവര് കൂട്ടുകാരാണോ? ആർ ദേ ഫ്രണ്ട്സ്? ആർ ദേ ഫ്രണ്ട്സ്? അവർ സുഹൃത്തുക്കളാണോ? അങ്ങനെ. ഇനി ആറിൻറ്റ് ദേ എനിമീസ്? ആറിൻറ്റ് ദേ എനിമീസ്? അവര് ശത്രുക്കളല്ലേ? ആറിൻറ്റ് ദേ എനിമീസ്? അങ്ങനെ. ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാമേ, എന്നിട്ട് നിങ്ങളിലേക്ക് ഞാൻ വരാം, ഓരോരുത്തരിലേക്കും വരാട്ടോ. ദേ ആർ ഫ്രണ്ട്സ്, അവർ കൂട്ടുകാരാണ്, അല്ലെങ്കിൽ ദേ ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്, അങ്ങനെ പറയാം. Then they are not enemies. They are not enemies. Question ആക്കുമ്പോഴത്തേക്ക് are they friends? അവര് കൂട്ടുകാരാണോ? Are they friends? ഇനി aren't they enemies? Aren't they enemies? അവര് ശത്രുക്കളല്ലേ? എല്ലാവരും ഒന്ന് മൈക്ക് ഓൺ ചെയ്തോളൂ. ഇത്രയും എക്സാമ്പിൾസ് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആയോ? എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യണത് മനസ്സിലായോ? യെസ്. എല്ലാവരും പറയുന്നത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ആണെങ്കിൽ യെസ് പറയൂ. ഓക്കെ മൈക്ക് ഓഫ്. ഇനി ഞാൻ ഓരോരുത്തരിലേക്ക് വരാം കേട്ടോ. മൈക്ക് ഓഫ് ചെയ്തോളൂ. ആദ്യം നമുക്ക് സിനത്ത് ടീച്ചറെ ഒന്ന് ഫ്രീ ആക്കാം. സിനത്ത, മൈക്ക് ഓൺ. ഹായ് സിനത്ത, കേൾക്കാമോ? Am I audible? ഹലോ, കേൾക്കുന്നുണ്ട്. മനസ്സിലായല്ലോ അല്ലെ? അറിയുന്നത് തന്നെയായിരുന്നു അല്ലെ? മറന്നു പോയിരുന്നോ? ഐഡിയ കിട്ടിയോ? Did you get the idea? വോയിസ് ഇങ്ങോട്ട് കേൾക്കണില്ല സിനത്ത. Is it clear? Am I audible? സിനത്ത മൈക്ക് ഓൺ ചെയ്തിട്ട് പറയുന്നുണ്ടോ? ഹലോ SRK, are you there? ഹലോ SRK എവിടെയുണ്ടോ? സീനത്തേടത് കേൾക്കുന്നില്ല. ഇടയ്ക്ക് കണക്ട് ആവുമ്പോൾ നമുക്ക് സംസാരിക്കാം. ഇങ്ങടേക്ക് ഒന്നും കേൾക്കണില്ല. കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കേട്ടു, പിന്നെ ഒന്നും കേൾക്കില്ല. ഓക്കെ, അപ്പൊ ഞാൻ അടുത്ത ഒരാളിലേക്ക് പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് സിനത്ത കണക്ട് ആവുമ്പോൾ സിനത്തയെ സംസാരിക്കാം. ഹായ് കാർത്തിക് മൈക്ക് ഓൺ ചെയ്യൂ. മോന് മനസ്സിലായോ? മനസ്സിലായി. അപ്പൊ നമുക്ക് ഓരോരോ വാചകങ്ങൾ പറഞ്ഞു നോക്കിയാലോ? റെഡി അല്ലേ? ദേ ആർ വെച്ചിട്ട് ഒരു സെന്റൻസ് പറയൂ. ദേ ആർ a pilot. അയ്യോ, ഞാൻ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞു എ ഉപയോഗിക്കരുത്. ഒന്നിൽ കൂടുതൽ പേരാകുമ്പോഴാണ് ദേ വരുന്നത്. അപ്പൊ എയും ആനൊന്നും വേണ്ട. ഓക്കെ, അത് പൈലറ്റ് എന്ന് പറഞ്ഞ ഒരാളെ ആവുള്ളൂ. അപ്പൊ എസ് ചേർക്കേണ്ടി വരും. അപ്പൊ എങ്ങനെ പറയാം? ദേ ആർ പൈലറ്റ്സ്. ഒരു എസ് ചേർക്കുക. മനസ്സിലായോ? ബഹുവചന, ഒന്നിൽ കൂടുതൽ ഉണ്ട്. ദേ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ട്, അങ്ങനെയാണ് കേട്ടോ. അപ്പൊ എയും വേണ്ട, ആനും വേണ്ട. എ എന്ന് പറഞ്ഞാൽ ഒരു എന്നാണ്, ആൻ എന്ന് പറഞ്ഞാലും ഒരു എന്നാണ്. നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളെ കുറിച്ച് പറയുമ്പോൾ ഒരു എന്ന് പറയണ്ടല്ലോ, അതുകൊണ്ടാണ് ദേ ആർ പൈലറ്റ്സ്. ഓക്കെ, അതൊക്കെ. നെക്സ്റ്റ്, ദേ ആർ നോട്ട്. They are not police officer. ഒരു എസും കൂടെ ഇട്ടിട്ട് പറയും. They are not police officers. They are not police officers. അങ്ങനെയല്ലേ ഉദ്ദേശിച്ചത്? Yes, ma'am. ഓക്കെ, അപ്പൊ ദേ ആർ വെച്ചിട്ട് മോൻ പറഞ്ഞത് ദേ ആർ പൈലറ്റ്സ്. ദേ ആർ നോട്ട് വെച്ചിട്ട് പറഞ്ഞത് ദേ ആർ നോട്ട് പോലീസ് ഓഫീസേഴ്സ്. കറക്റ്റ് ആണ്. ഇനി ചോദ്യാക്കാം കാർത്തിക്. ആർ ദേ, അവരാണോ? ആർ ദേ ചോദിക്കൂ. Are they farmers? Are they farmers? ഓക്കെ ആണ്. ഇനി aren't they, അവരല്ലേ? Did they? ഒന്നുകൂടെ പറയൂ, ക്ലാരിറ്റി മിസ് ആവുന്നുണ്ട്. ഒന്നുകൂടെ പറയൂ. aren't they soldiers? aren't they soldiers? ഗുഡ്. ഇത്ര തന്നെ. ഇനി മോൻ കൂടുതൽ പ്രാക്ടീസ് ചെയ്താൽ മതി. മനസ്സിലായല്ലോ അല്ലെ? മോൻ ഇപ്പൊ പറഞ്ഞത് ഏതൊക്കെയാണെന്ന് ഞാനൊന്ന് ഓർമ്മപ്പെടുത്താം. ദേ ആർ എന്തായിരുന്നു? ദേ ആർ പോലീസ് അല്ല, എന്തായിരുന്നു പറഞ്ഞേ? ഞാൻ മറന്നുപോയോ?
എന്തായിരുന്നു പറഞ്ഞേ? ദേ ആർ പോലീസ് ഓഫീസേഴ്സ് എന്നാണോ? ദേ ആർ നോട്ട് എന്തായിരുന്നു? farmers, കുഴപ്പമില്ലാത്ത പോന് വേറെ ഏതിന്റെ എക്സാമ്പിളാ പറഞ്ഞു? സോൾജിയർ പറഞ്ഞു, പോസ്റ്റ് ഓഫീസേഴ്സ് പറഞ്ഞു, അല്ല സോറി പോലീസ് ഓഫീസേഴ്സ് പറഞ്ഞു, പിന്നെ എന്താ പറഞ്ഞത്? ഫാർമേഴ്സ് പറഞ്ഞു. പിന്നെയോ? pilots, പൈലറ്റ്സ്. അപ്പൊ മോൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ദേ ആർ പൈലറ്റ്സ്, ദേ ആർ നോട്ട് പോലീസ് ഓഫീസേഴ്സ്. പിന്നെ ആർ ദേ ഫാമേഴ്സ്, ആർ ഇൻ ദേ സോൾജിയേഴ്സ്. ഇങ്ങനെയല്ലേ പറഞ്ഞത്? ക്ലിയർ അല്ലേ? yes, yes, ma'am. മനസ്സിലായല്ലോ? ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇന്നത്തത് ദേ വെച്ചിട്ടായിരുന്നു. ദേ ആർ നോട്ട്, ആർ ദേ, ആർ ഇൻ ദേ. അത് മനസ്സിൽ പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാട്ട്. ദേ ആർ നോട്ട്, ആർ ദേ, ആർ ഇൻ ദേ. ദേ ആർ നോട്ട്, ആർ ദേ, ആർ ഇൻ ദേ. ഓർത്ത് വെച്ചാൽ മതി. നമുക്ക് ഈ ഒരു സീരീസിൽ ഇച്ചിരിയും കൂടെ കുറച്ചും കൂടെ ക്ലാസ്സുകൾ മൂവ് ചെയ്യാനുണ്ട്, കഴിയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാട്ടിനായിട്ട് ഒരു ദിവസം വെക്കാം കേട്ടോ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്. ബൈ കാർത്തിക്. മറ്റുള്ളവരത് കേൾക്കണമെങ്കിൽ നിൽക്കാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. നെക്സ്റ്റ് വൺ, സീനത്ത് ടീച്ചർ. സീനത്ത്, ആർ യു ദർ? കേൾക്കുന്നില്ല. ദില്ല അമീർ. ദില്ല അമീർ. ആഷിഫ്. ആരാണ്? റിദ. യെസ്. റിദ ഞാൻ വെയിറ്റ് ചെയ്യൂ, മോളെ വിളിക്കാം. ദില്ല. യെസ്, ഈസ് ദിസ് ദില്ല? ദില്ലയാണോ? Yes, ഓക്കെ മോളെ, മോൾക്ക് മനസ്സിലായല്ലോ അല്ലേ? yes, Okay, fine. So you have to start. They are. yes. They പറഞ്ഞോളൂ. are They are. winners. They They are are winners. winners. Okay, they are winners. വിജയികളാണ്. Okay, they are winners. Correct. ഞാനൊരു കാര്യം അവരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പറയാണ്. ഒരേ അക്ഷരങ്ങൾ ഡബിൾ ആയിട്ട് അടുത്ത് വന്നു എന്ന് വിചാരിക്കുക. അപ്പൊ വിന്നേഴ്സിൽ 2 N ഉണ്ടല്ലോ. അപ്പോ എഴുതുമ്പോ വിന്നേഴ്സ് എന്ന് എഴുതും, വിന്നേഴ്സ്. പക്ഷെ ഇംഗ്ലീഷിൽ പറയുമ്പോൾ അതിന്റെ കൃത്യമായ പ്രൊനൗൺസിയേഷൻ, ഉച്ചാരണം വരുമ്പോഴത്തേക്ക് 2 N കൂടെ നമ്മൾ പറയണ്ട. വിനേഴ്സ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ദേ ആർ വിനേഴ്സ്. അടുത്തത്, ദേ ആർ നോട്ട്. They are not students. They are not students. They are winners. They are not students. Any question? Are they? Are they shopkeepers? Are they shopkeepers? Are they shopkeepers? Aren't they? Aren't they nurses? ഒന്നുകൂടെ ക്ലാരിറ്റിയിൽ പറയൂ. Aren't they nurses? Aren't they nurses? Okay, മോളെ correct ആണ് കേട്ടോ. Very good, Dilla. I think you could understand today's session, is it? Thanks. Okay for you? Yes. Bye. Good night. Next sessionൽ കണക്ട് ആവുക. ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കും. Can you hear me? Yeah. I'm here and I can hear you. Are you okay now? Yes, I'm okay. Where were you actually? Where were you go? I was here. Okay. But you can't connect, right? My Now you cannot okay. Now? active speaker microphone. Okay. Oh, microphone's Micro- problem. Fine. Okay, let's move. Can you say the examples? Can you practice? Are you ready for that? Yes. Okay, fine. So, Sinata, they are. They are. Are they? They are വെച്ചിട്ട് അവരാണ്. അത് വെച്ചിട്ട് ഒരു സെന്റൻസ് പറയൂ. They are. They are my neighbors. They are my neighbors. Okay, fine. They are not. അവരെന്റെ അയൽവാസികളാണ്. Okay. They are not. They are not my neighbors. They are not my neighbors. Okay, അവരെന്റെ അയൽവാസികളല്ല. Are they? അവരാണോ? Are they? Are they teachers? Are they teachers? അവർ അധ്യാപകരാണോ? Aren't they? അവരല്ലേ? Aren't they?
യുവർ നൈബേഴ്സ് Aren't they your neighbors? Aren't they your neighbors? അവര് നിങ്ങളുടെ അയൽവാസികളല്ലേ? അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? നൈബേഴ്സ് തന്നെയല്ലേ പറഞ്ഞത്? യെസ് യെസ് Okay, okay. I think you could understand. എല്ലാവരുടെ അറിവിലേക്ക് സീനത്ത് ടീച്ചർ ഒരു മ്യൂസിക് ടീച്ചറാണ്. സോ ടീച്ചർ സീനത്ത I am, Yes. I am not, I am, I am not, am I, aren't I? അതൊന്ന് പാടാൻ പറ്റുമോ ആ ഒരു ഭാഗം? I am, I am not, am I, aren't I? ഞാൻ പാടുന്ന I am not, am I? aren't I? പാടിക്കോളൂ ഒന്നുകൂടെ. ഒരു മിനിറ്റ്, ക്ലിയർ അല്ല. Aren't വെയിറ്റ് I? ഒരു Not, മിനിറ്റ്. ആരെങ്കിലും am I, മൈക്ക് ഓൺ aren't I? ചെയ്തിട്ടുണ്ട്? I am not, am I, aren't I? അതൊന്നുകൂടെ ചൊല്ലൂ. ക്ലാരിറ്റി കിട്ടിയില്ല. ആരെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫ് ചെയ്യണം, നിർബന്ധമായിട്ട് ഓഫ് ചെയ്യണം, എന്നാലേ ഇവിടെ ക്ലാരിറ്റി കിട്ടത്തുള്ളൂ. പറഞ്ഞോളൂ, ചൊല്ലിക്കോളൂ. I am not, am I, aren't I? You are not, are you, aren't you? You are not, are you, aren't you? They are not, are you, sorry, they are not, are they, aren't they? എന്റെ ട്യൂണ് അതിന്റെ ട്യൂണ് ഞാൻ എടുത്തിരുന്നു. They are not, are they, aren't they? They are not, are they, aren't they? ഇതൊക്കെ നമ്മുടെ ട്യൂണല്ലേ? സീനത്തേക്ക് മ്യൂസിക് സെൻസിൽ വേറെ എന്തെങ്കിലും ട്യൂണൊക്കെ കിട്ടിയാൽ പറഞ്ഞു തരണേ. I think you could understand. Is it okay? Okay. Thank you. Bye. Good night. അടുത്ത ക്ലാസ്സിൽ കണക്ട് ആവൂ. ഇതിന്റെ കണ്ടിന്യൂഷൻ. Okay. Thank you. Bye. റിത, mic on. Yes, ma'am. Okay. മോള് കേട്ടായിരുന്നോ? കേട്ടു. അപ്പൊ മോൾക്ക് പാടുന്നത് നമുക്ക് നെക്സ്റ്റ് ടൈം. They are വെച്ചിട്ട് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യും. They are dancer. ഡാൻസർ എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ ഉള്ളൂ. അപ്പൊ ഒന്നിൽ കൂടുതൽ ആവണമെങ്കിൽ എസ് ചേർത്തിട്ട് പറയൂ. They are dancers. They are dancers. Okay ആണ്. They are not nurses. They are not nurses. Okay. ഇനി are they ചോദ്യം. Are they driver? എസ് ചേർക്കൂ. Are they a driver? പറയരുത്, കാരണം ദേ എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ ആളുകളാണ്. അപ്പൊ എയും ഒന്നും വേണ്ട. മാത്രല്ല നമ്മൾ ആരെ കുറിച്ചാണോ പറയുന്നത് അത് ബഹുവചനാക്കി പറയണം. ഡ്രൈവർ എന്ന് പോരാ, ഡ്രൈവേഴ്സ്. അപ്പൊ എങ്ങനെ പറയാം? Are they drivers? ചോദ്യാണ്. ചോദ്യം ചോദിക്കണ പോലെ ടോണ് വരട്ടെ. Are they drivers? Are they drivers? Okay. Aren't they? അവരല്ലേ? Aren't they teachers? Aren't they teachers? Okay. Rida, I think you could understand, right? Yes. മനസ്സിലായല്ലോ അല്ലേ? Okay, bye. Good night. നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ കണക്ട് ആവാം. തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകളിൽ വരാം കേട്ടോ, അടുത്ത സൺഡേ. Okay, next. Hashir, are you there? Hashir? Yes. Okay, മോന് മനസ്സിലായോ? അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? Okay, Hashir, അപ്പൊ they are അവരാണ്. അത് വെച്ചിട്ട് ഒരു സെന്റൻസ് പറഞ്ഞോളൂ. They are gymmers. They are gymmers. They are not. അവരല്ല. They are not. Police. Police. ഒരു police. Okay, police officers എന്ന് വേണമെങ്കിൽ പറയാം. They are not police officers. ഒന്നിൽ കൂടുതൽ പേരുണ്ടല്ലോ. Police officers. Are they? ചോദ്യം. Are they? Are they doctors? എസ് ചേർക്ക്. ഒന്നിൽ കൂടുതൽ. Are they doctors? ചോദ്യാണ്. Are they doctors? അവർ ഡോക്ടേഴ്സ് ആണോ? Are they doctors? ഇനി
Aren't they? അവരല്ലേ? Aren't they? അവരല്ലേ? Aren't they? Aren't they? Clerker? Aren't they? എന്താണ്? Clerker? ക്ലർക്കർ അല്ല, ക്ലർക്സ്. എസ് ചേർത്താൽ ക്ലർക്സ്. ക്ലർക്ക് എന്നല്ലേ ഉദ്ദേശിച്ചത്? Aren't they clerks? ഓക്കെ. അപ്പൊ ഹാഷിറിന് മനസ്സിലായോ? ഓക്കെ ആണ്, സെന്റൻസസ് ഒക്കെ ഓക്കെ ആണ്, മനസ്സിലായല്ലോ അല്ലെ? ഡൗട്ട് ഇല്ലല്ലോ? ക്ലിയർ അല്ലേ? Okay. ഓക്കെ, ശരി. ബൈ, ഗുഡ് നൈറ്റ്. അടുത്ത ക്ലാസ്സിൽ കണക്ട് ആവാം. മുതിർന്ന ആരെങ്കിലും കണക്ട് ആയിട്ടുണ്ടോ? മുതിർന്ന ആരെങ്കിലും? ഫാത്തിമ, ഒരു റിൻഷ, ഐഷ, സൈനബ്, ഒരു നമ്മുടെ ക്ലാസ്സിൽ സാധാരണ വരാറുള്ളവരോ? താഹിർ, ആരെങ്കിലും കണക്റ്റഡ് ആണോ? ഓക്കെ, റെസ്പോണ്ട് ചെയ്താലേ എനിക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന് ഞാൻ കരുതട്ടെ. ശിവത്, സുധീർ, ശിവത്, mic on? Yes, ma'am. Yes, ma'am. Okay, is it okay? Is it clear for you? Today's class is okay for you? Ma'am. Okay, okay. They are. Create the sentence. They are children. Yes, They are children. യെസ് വേണ്ട. യെസ്, അതെന്താ വെച്ചാൽ അവിടെ മാത്രം ഒരു വ്യത്യാസമുണ്ട്. അതൊന്ന് എല്ലാവരുടെ അറിവിലേക്കും പറയുന്നു. ചൈൽഡ് എന്ന് പറഞ്ഞാൽ കുട്ടി, ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ എന്തായി? കുട്ടികൾ എന്നായി. അപ്പോ അത് പ്ലൂറൽ ആയി. പിന്നെ യെസ് ഇടാറുണ്ട്. എപ്പോഴാന്ന് വെച്ചാല് എൻ കഴിഞ്ഞിട്ട് ഒരു എപ്പോസ്ട്രോഫി, എന്നിന്റെ മേലെ നമ്മൾ കോമ പോലെ ഒരു കാര്യം ഇടുമല്ലോ, എപ്പോസ്ട്രോഫി എന്നാണ് അതിന് പറയാം. എന്നിട്ട് യെസ്സും കൂടെ ഇട്ടാൽ ചിൽഡ്രൻസ്. ഇപ്പൊ ചിൽഡ്രൻസ് ഗെയിം, ചിൽഡ്രൻസ് പാർട്ടി, ചിൽഡ്രൻസ് റൂം, ചിൽഡ്രൻസ് ഏരിയ, അങ്ങനെയൊക്കെ കുട്ടികളുടെ എന്നർത്ഥം വരാൻ വേണ്ടി മാത്രമാണ് അപ്പോസ്ട്രോഫി യെസ് ഇടാറ്. അല്ലാതെ ഇവിടെ നമ്മൾ യെസ് ഇടേണ്ട ആവശ്യമില്ല. അത് ഇതിന് മാത്രം ബാധകമായിട്ടുള്ള ഒരു കാര്യമാണ്, ബാക്കിയുള്ളതിന്റെ കേസ് അല്ല. ചൈൽഡ് കുട്ടി, ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ തന്നെ കുട്ടികൾ എന്നായിട്ടുണ്ട്. അതുകൊണ്ട് ദേ ആർ ചിൽഡ്രൻ, അത് മതി. ഓക്കെ, ദേ ആർ നോട്ട്. They are not farmers. They are not farmers. Okay, ഇനി ചോദ്യമാണ്, are they? Are they? Are they bus drivers? Are they bus drivers? Aren't they? അവരല്ലേ? Aren't they? അവരല്ലേ? Aren't they miners? Miners, ഖനി കുഴിച്ചെടുക്കുന്ന ആളുകൾ, അതല്ലേ ഉദ്ദേശിച്ച? Aren't they Yes, ma'am. miners? Yes, yes. Okay, good boy. കറക്റ്റ് ആണ് കേട്ടോ. മനസ്സിലായി എന്ന് വിചാരിക്കണോ ശിവത്? ഓക്കെ അല്ലേ? Yes, ma'am. ശിവത് എല്ലാ ക്ലാസ്സുകളിലും കണക്ട് ആവാൻ ശ്രമിക്കുന്നുണ്ട്, സന്തോഷം. അടുത്ത ക്ലാസ്സിലും തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ കണ്ടിന്യൂ ആയിട്ട് വരും കേട്ടോ. ബൈ, ഗുഡ് നൈറ്റ് ഡിയർ. ഇനി ഞാൻ Good night, പേര് children. വിളിക്കുന്നില്ല. യെസ് യെസ്, ഇനി ഞാൻ പേര് വിളിക്കുന്നില്ല. ആർക്കെങ്കിലും മൈക്ക് ഓൺ ചെയ്തിട്ട് സംസാരിക്കാൻ റെഡിനെസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് പേര് പറയാം. ആരുടെ പേരാ? ആദിദേവ്. ഓക്കെ, ഇനി ബാക്കിയുള്ളവരൊന്ന് സൈലന്റ് ആവാം. ആദിദേവിന്റെ കഴിയട്ടെ. ആദിദേവ് GPS ഇരുവള്ളൂർ കാലിക്കറ്റിലുള്ള ആദിദേവ് ആണല്ലോ അല്ലെ? Yes. ഓക്കെ മോനെ, മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. They are securities. എക്സാമ്പിൾസ് ഒക്കെ ഇതുപോലെ ചിന്തിച്ചിട്ട് പറയണം. അപ്പോഴാണ് മക്കൾക്ക് ബാക്കിയുള്ളവർക്കും കേൾക്കുമ്പോൾ ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും. They are securities. Okay. They are not. They are not tailors. They are not tailors. പിന്നെ ക്വസ്റ്റ്യൻ, are they? Are they captains? Yes ചേർക്കൂ. Are they captains? Are they? ചോദിക്കുന്ന ടോൺ വരട്ടെ, ആ ശൈലി ഇങ്ങോട്ട് വരട്ടെ. Are they captains? Okay. ഇനി aren't they? അതും ചോദ്യമാണ്. അവരല്ലേ? അതൊന്ന് പറയൂ. Aren't they thieves? Thieves, കള്ളന്മാർ എന്നാണോ ഉദ്ദേശിച്ചത്? Yes. Okay, aren't they thieves? Very good, very good. ഇവിടെ ഒരു കാര്യം എല്ലാവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് പറയുവാണ്. THIEF, thief എന്ന് പറഞ്ഞാൽ കള്ളൻ.
യെസ് സാധാരണ നമ്മൾ പ്ലൂരൽ ആക്കാൻ ഞാൻ പറഞ്ഞു യെസ് ചേർക്കാം, അല്ലെങ്കിൽ ES ചേർക്കാം, അല്ലെങ്കിൽ IES ചേർക്കാം. ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. എഫ് മാറ്റിയിട്ട് VES ആക്കുന്നുണ്ട്. നോക്കാം. THIEVES thieves അങ്ങനെയാണ് വരുന്നത്. അതൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഐ തിങ്ക് യു കുഡ് അണ്ടർസ്റ്റാൻഡ് ആദിദേവ്, റൈറ്റ്? Yes. Yes. Okay, bye dear. Good night. Good ഇനി night. ആരാണ് ബൈ. നെക്സ്റ്റ് വൺ ആരാണ് റെഡി ആയിട്ടുള്ളത് പറയാൻ വേണ്ടിട്ട്? അൻസഫ് ആണോ? ഓക്കെ അൻസഫേ, അപ്പൊ പറഞ്ഞോളൂ മോനെ. They are relatives. ഓക്കെ മനസ്സിലായില്ല. They are relatives. റിലേറ്റീവ്സ് ബന്ധുക്കൾ. ഓക്കെ, they are relatives ബന്ധുക്കളാണ്. ഓക്കെ, they are not അവരല്ല. They are not leaders. They are not leaders. Okay. ഇനി അടുത്തത് are they ചോദ്യം. Are they family members? Are they ചോദ്യം ചോദിക്കുന്ന ശൈലി വരട്ടെ അൻസഫേ. Are they family members? വെരി ഗുഡ്, അങ്ങനെ തന്നെ. Are they family members? Aren't they അവരല്ലേ? Aren't they painters? Aren't they painters? അവര് പെയിന്റേഴ്സ് അല്ലേ? ഓക്കെ ഗുഡ്, കറക്റ്റ് ആണ്. മോന് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ ബൈ, ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് ക്ലാസ്സിലും കണക്ട് ആവും കേട്ടോ. Yes. ഓക്കെ ബൈ. നെക്സ്റ്റ് വൺ ആരാണ് പറയാൻ വേണ്ടി മുന്നോട്ട് വരുന്നത്? ഞാൻ ആരെയും കമ്പൽ ചെയ്യില്ല. നിങ്ങൾക്ക് വന്നിട്ട് പറയാൻ റെഡി ആണെങ്കിൽ പെട്ടെന്ന് മൈക്ക് ഓൺ ചെയ്ത് പേര് പറയാം. ഇനി ആരെങ്കിലും പറയാൻ റെഡിയാണോ? ഹാദി, നാജി, ഒരു വേറെ ആരൊക്കെയാ കണക്ട് ആയിരുന്നത്? ഇടയ്ക്ക് ക്ലാസ്സിന് ഇടയ്ക്ക് കണക്ട് ആയവരെ എനിക്ക് നോട്ടീസ് ചെയ്യാൻ അതിനകത്ത് പറ്റുന്നില്ല, അതുകൊണ്ടാണ് ചോദിച്ചത്. വേറെ ആരെങ്കിലും ഇനി ക്ലാസ് ആരാണ്? പേര് പറയൂ. Hadi. ഓക്കെ ഹാദി. ഹാദി മോന് മനസ്സിലായോ? നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ. നാജി ഉണ്ടോ നിന്റെ കൂടെ? അപ്പൊ നിങ്ങൾ രണ്ടാളും ഓരോ സെന്റൻസ് പറഞ്ഞാൽ മതി. ആദ്യം ഹാദി പറ, ദേ ആർ വെച്ചിട്ട്. They are pilots. They are pilots. They are not വെച്ചിട്ട് പറഞ്ഞോളൂ. They are not policemen. പോലീസ് മാൻ എന്ന് പറഞ്ഞാൽ ഒരാളാണ്. മെൻ, EN ആ മാനിനെ മെൻ എന്നാക്കിയാൽ അത് എസ് ആവശ്യമില്ല. പോലീസ് മെൻ എന്നാക്കിയാൽ അത് ഒന്നിൽ കൂടുതലായി. അങ്ങനെ പറയൂ. They are not policemen. അവര് പോലീസുകാരല്ല. They are not policemen. അങ്ങനെ. Are they not policemen? men. Okay. ഇനി are they അവരാണോ? Are they pilots? Are they pilots? ചോദ്യം ചോദിക്കുന്ന പോലെ വരട്ടെ, ഉഷാറായിട്ട് പറ. Are they pilots? അല്ലേ? ആ ചോദ്യം ചോദിക്കുന്ന ശൈലി. ചോദ്യം ചോദിക്കുകയാണ് തോന്നണം. Are they pilots? Okay. ഇനി aren't they അവരല്ലേ? Aren't they teachers? അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞോ? Aren't they teachers? അത്രയല്ലേ പറഞ്ഞുള്ളൂ? ഓക്കെ, aren't they teachers? അപ്പൊ ഹാദി ഓക്കെ ആണ്. നാജി റെഡി ആണോ? നാജി, ഞാൻ ഹാദിനെ നാജിനെ ഒരുമിച്ച് വിളിക്കുന്നത്, അവര് ട്വിൻസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ്. നാജി ആരിത് അവിടെ ഉണ്ടോ? നാജി റെഡി ആണ്. അപ്പൊ നമുക്ക് പറഞ്ഞു നോക്കാം. നാജി, they are pilots. അവൻ പറഞ്ഞ സെയിം ആണ് പറയണേ. They are pilots. They are not. They are not doctors. They are not doctors. Okay ആണ്. Are they അവരാണോ? They are policemen. Are they ചോദ്യാക്കുമ്പോ ആറിനെ ഒന്നാമത് കൊണ്ടുവരണം. അപ്പൊ are they അങ്ങനെ ചോദിക്കേ. Are they policemen? Are they policemen? അവര് പോലീസുകാരാണോ? Aren't they അവരല്ലേ? Aren't they tailors? Aren't they tailors? Okay. ഹാദി, നാജി രണ്ടാളൊന്നും മിണ്ടിക്ക് കേക്കട്ടെ. ഓക്കെ അല്ലേ രണ്ടാൾക്കും? മനസ്സിലായല്ലോ അല്ലേ? എത്രയേ ഉള്ളൂ ഒന്ന് കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ തുടർച്ച. ബൈ, ഗുഡ് നൈറ്റ്. നെക്സ്റ്റ് വൺ
ഇനി ആരാ കണക്ട് ആയിട്ടുള്ളത്? റെസ്പോണ്ട് ചെയ്യാൻ റെഡി ഉള്ളത് കണക്ട് ആയവരിൽ? ഈസ് ദർ എനിബഡി ഫോർ റെസ്പോണ്ടിങ്? ഞാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രമാണ് എനിക്ക് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാനൊക്കെ പറ്റത്തുള്ളൂ. വേറെ ആരെങ്കിലും കണക്ട് ആയിട്ട് മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? മുതിർന്ന ആരെങ്കിലും ഉണ്ടോ? കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ? SRK? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. ആരും റെസ്പോണ്ട് ചെയ്യുന്നതായിട്ട് കേൾക്കുന്നില്ല. യൂട്യൂബിൽ വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ശ്രദ്ധിക്കുക. പരമാവധി ആളുകളിലേക്ക് നിങ്ങൾ ലിങ്കും ഷെയർ ചെയ്യണം. കൂടുതൽ ആളുകളെ നമ്മുടെ സൂം സെഷനിലേക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ നിർബന്ധിക്കണം. കാരണം യൂട്യൂബിൽ മാത്രമല്ല, ഇങ്ങനെയും കൂടെ വരുമ്പോഴാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക. സൂമിലും കൂടെ കണക്ട് ആവാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം ഷബ്ന ഷാരൂഖ്സ് മാജിക് ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലിന്റെ പ്ലേലിസ്റ്റ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ടല്ലോ, അതിനകത്ത് മാജിക് ഇംഗ്ലീഷ് ഡേ ലൈവ് സെഷൻ എന്ന് പറയുന്നത് അപ്ലോഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ 15 ഓൾറെഡി റെക്കോർഡഡ് ആണ്. പിന്നെ അത് ചെയ്തു വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം. അതോടൊപ്പം ഇനി ഇത് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് 16th എപ്പിസോഡായിരിക്കും. നിങ്ങളത് വാച്ച് ചെയ്യും, സപ്പോർട്ട് ചെയ്യും എന്ന് കരുതട്ടെ. പരമാവധി എല്ലാ സൺഡേസിലെ സെഷനിലും വരുന്നവർ തുടർച്ചയായിട്ട് വരാൻ ശ്രമിക്കുക. അപ്പോഴാണ് ഒരു മാറ്റം വരിക. തോന്നുന്ന സമയത്ത് വരിക, ഇടയ്ക്ക് വരാണ്ടിരിക്കുക, അങ്ങനെയല്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി ചെയ്യുന്നത് പോലെ നിങ്ങളും അതിനുവേണ്ടി ഒരുങ്ങിയാൽ സൺഡേസിലെ സെഷൻ കൊണ്ട് തന്നെ നിങ്ങൾ അടിപൊളിയായിട്ട് ഇംഗ്ലീഷിനോട് ഒരു താല്പര്യം, ടേസ്റ്റ് വന്നു തുടങ്ങും. ഇംഗ്ലീഷ് സംസാരിക്കാൻ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു താല്പര്യം വന്നു തുടങ്ങും. തീർച്ചയായിട്ടും കണക്റ്റഡ് ആവാൻ ശ്രദ്ധിക്കുക, കൺസിസ്റ്റന്റ് ആകാൻ ശ്രദ്ധിക്കുക. ഞാനൊന്ന് റീക്യാപ്പ് ചെയ്യാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്താം. ദേ ആർ അവരാണ്, ദേ ആർ നോട്ട് അവരല്ല, ആർ ദേ അവരാണോ, ആറിൻ ദേ അവരല്ലേ. ഇതുവരെയുള്ള ഇത് ഞാൻ ഓൾറെഡി ഇതിനൊരു മ്യൂസിക് ഒക്കെ ട്യൂണൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പാട്ട് പോലെ ആക്കുന്ന സമയത്ത് പഠിക്കാൻ ഈസി ആണല്ലോ, അതിനു വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉണ്ട്. അപ്പൊ അത് തുടർന്നുള്ള ക്ലാസ്സുകളൊക്കെ കഴിയുന്നത് ഒന്നുകൂടെ പറയാം. ഇതുവരെ എങ്ങനെ പാടാൻ നോക്കാം. I am not, am I, aren't I, you are not, are in you, they are not, are they, aren't they. ഇനി ഇതിന്റെ തുടർച്ച നെക്സ്റ്റ് ക്ലാസ്സിൽ കേട്ടോ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് സൺഡേ മീറ്റ് ചെയ്യാം. Till then, take care. Bye. Good night, dears.